ഹായ്, നമസ്കാരം. എന്താ പറഞ്ഞു തുടങ്ങണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഒരുപാട് കാലത്തെ മേ ബി കൊറോണ കാലത്താണ് ഞാൻ ഈ പുസ്തകത്തിൻ്റെ പണി തുടങ്ങിയത്. അതൊരു ഫൈനൽ ഒരു ഫേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം എന്നാൽ എൻ്റെ ഒരു പ്രിൻറ്റിങ് നടക്കുക. അപ്പോൾ ആ പ്രിൻറ്റിങ് നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് എങ്ങനെയാണ് പ്രിൻറ്റിങ്, എന്തൊക്കെയാണ് പ്രൊസീജിയർ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് കാണാം. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടെൻഷൻ ഉണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MK രാമചന്ദ്രൻ എന്നുള്ളൊരു വൻ മരം മുമ്പിൽ നിൽക്കണ കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ റീഡേഴ്സ് നിങ്ങൾക്ക് ഞാൻ മുമ്പേ ഇതേപോലെ സ്റ്റോറിയിലും റീലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അച്ഛൻ്റെ റീഡേഴ്സിന് ഒരിക്കലും ഈ ഒരു ബുക്കും ഈ ഒരു പാറ്റേണും ഉൾക്കൊള്ളാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ എഗെയിൻ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ വീണ്ടും പറയുന്നു, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എൻ്റെ ഒരു കുറേ ഓസ്പീഷ്യസ് സ്പേസുകളിൽ പോയിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് അങ്ങനെ അതിൻ്റെ ഒരു സംസ്കൃതത്തിലോ അതിൻ്റെ ദൈവീകതയെക്കുറിച്ചോ അതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചോ ഒന്നും ഈ ബുക്കിൽ പരാമർശിച്ചിട്ടേ ഇല്ല. ഇതൊരു സാധാരണക്കാരനായ ഒരു തൃശ്ശൂർക്കാരൻ അയാളുടെ അമ്മയും കൊണ്ടുപോയ കുറച്ച് സ്റ്റോറീസ്, കുറച്ച് കഥകൾ, പോയ സ്ഥലങ്ങൾ, കണ്ട അനുഭവങ്ങൾ, അമ്മ അതിനെ കണ്ട ഒരു വ്യൂ പോയിന്റുകൾ, അങ്ങനത്തെ കുറച്ച് കഥകളാണ്. ഇത് കൊറോണ സമയത്ത് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഇത് എന്നെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ്. എനിക്കിതിങ്ങനെ ചെയ്യണ്ട എന്നായിരുന്നു, എനിക്കിത് ചെയ്യേ വേണ്ടെന്നായിരുന്നു എൻ്റെ ഒരു മീറ്റർ. പക്ഷെ അത് നിർബന്ധിച്ച് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് പിന്നെ ഞാൻ ഒരു 2022 ഒക്കെ ആയപ്പോൾ നിർത്തി. പിന്നെയും വീണ്ടും എന്നെ പ്രസ് ചെയ്ത് ഞാൻ വീണ്ടും അതിനൊന്ന് പൊളിച്ച് പണിത് അതിനൊരു ഡിഫറെൻറ്റ് പാറ്റേൺ ഒക്കെ ആക്കി ആദ്യം എഴുതി വെച്ചതിനെ ഒന്ന് വീണ്ടും റീസെറ്റ് ചെയ്തു. കുറച്ചു ഇപ്പം ഇതിൽ രാജസ്ഥാൻ ഒന്നും ഇതിൽ വന്നിട്ടേ ഇല്ല. അപ്പം അങ്ങനെ കുറേ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നന്നായെങ്കിൽ നിങ്ങളൊക്കെ പറയാണ് ഇത് കൊള്ളാം ചേട്ടാ, അടുത്തത് പൂശ് എന്ന് പറഞ്ഞാൽ അപ്പം ആലോചിക്കാം. ഇപ്പം ഞാൻ ഈ ഒരെണ്ണത്തിനെ കുറിച്ചേ വെച്ചിട്ടുള്ളൂ. ഒരു കൊല്ലം മുമ്പേ അത് കറന്റ് ബുക്സ് പബ്ലിഷ് ചെയ്യാം, ഇറ്റ് ഇസ് ഓക്കെ, നല്ലതാണ് ചേട്ടാ. തോമസ് മുണ്ടശ്ശേരി പെപ്പിൻ്റെ മകനാണ് പുള്ളി. ഞാനായിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങളും പ്രൂഫ് റീഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇതിൻ്റെ ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞങ്ങൾ പ്രൂഫ് റീഡിങ് ചെയ്യാനിരുന്നത്, ഞങ്ങൾ ഡിസൈനിങ് ചെയ്യാനിരുന്നത്, ഇതെങ്ങനെ ഇവിടം വരെ എത്തി എന്നുള്ളതിൻ്റെ ഒക്കെ കംപ്ലീറ്റ് ഒരു ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ആയിട്ട് ഞാനിത് കാണിച്ചു തരാം. നമ്മൾ ഇതിൻ്റെ കവർ പേജ് ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് സജഷൻസും കാര്യങ്ങളും ഒന്നുകൂടി കെട്ടി വന്നില്ല. ഒരൊറ്റ പിക്ചറിൽ തന്നെ അവർ പറഞ്ഞു ഇത് മതി, വേറെ വേണ്ട, കൺഫേംഡ് ആണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പേരിൽ കുറേ കൺഫ്യൂസ്ഡ് ആയിപ്പോയി ആദ്യം, കാരണം വലിയ പേരുകളാണ് ഞാൻ ആദ്യം ചൂസ് ചെയ്തത്. പിന്നെ അതിനെ കംപ്ലീറ്റ്ലി കട്ട് ഷോട്ട് ചെയ്ത് ആദ്യ അക്ഷരം അമ്മ എന്നുള്ള കോൺസെപ്റ്റിൽ ആന്ന് പിടിച്ചു. അങ്ങനെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലഘട്ടം, അല്ലെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു സാധാ ശരത് കൃഷ്ണൻ MRൽ നിന്ന് മാറി ഒരു ഓദർ ശരത് കൃഷ്ണൻ MRലേക്ക് മാറോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. നന്നായ ഇനി അടുത്തത് ഞാൻ ചെയ്യാം. ഇല്ല, ഇത് വലിയ സംഭവമൊന്നും ഇല്ല, അതെന്തോ ബാലരമ എഴുതിയ പോലത്തെ കഥയാന്ന് പറയണേ, നമ്മൾ അവസാനിപ്പിച്ചിരിക്കുക, പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ നിങ്ങളുടെ സജഷൻ പോലെ ഇരിക്കും. ഞാൻ ആ ബുക്കിലും അത് എഴുതിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു എന്നെ അറിയിക്കണം, എന്നാലേ എനിക്ക് അടുത്തത് ചെയ്യാനുള്ളൊരു പ്രചോദനം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇതിൽ നിർത്തിപ്പോവും. ഇനിയുമുണ്ട് ഒരുപാട് കഥകൾ എഴുതാനും എഴുതി വെക്കാനും. എൻ്റെ നെക്സ്റ്റ് ഒരു സ്റ്റോറിയുടെ ഒരു സ്കെൽട്ടൺ എൻ്റെ ഇപ്പോഴേ ഉണ്ട്. പക്ഷെ അത് ചെയ്യണമെങ്കിൽ നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം എന്ന് ഞാൻ പറയില്ല, നിങ്ങളുടെയൊക്കെ ഒരു സജഷൻ വേണം. അല്ലെങ്കിൽ ചെയ്തോളൂ, നല്ലതാണ്, ഇറ്റ് ഈസ് നൈസ്, വായിച്ചപ്പോൾ കൊള്ളാം. വളരെ വളരെ ലളിതമായ മലയാളത്തിലാണ് പോയിട്ടുള്ളത്. ഒരു സാഹിത്യപരമായിട്ടുള്ള വലിയ ലിറ്ററേച്ചർ മലയാളം ലാംഗ്വേജ് എന്ന് പറയാൻ ഒന്നുമില്ല ഇതിൽ വെറുതെ തൃശ്ശൂർ ലഡാക്ക്, തൃശ്ശൂർ ബോംബെ, തൃശ്ശൂർ അജന്ത എല്ലോറ, തൃശ്ശൂർ ആ ഒരു രീതിയിൽ അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിവേസ് നമ്മൾ എബനൈസർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രിന്റിംഗ് പ്രസ്സിലാണ് നമ്മളിത് പ്രിന്റ് ചെയ്യുന്നത്. പുള്ളിക്കാരനെ ഞാൻ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം ജോസേട്ടൻ്റെ ബുക്കിൻ്റെ ലോഞ്ചിന് പോയപ്പോൾ ലുല്ലുവിൽ വെച്ച് പരിചയപ്പെട്ടു, ഹയത്തിൽ വെച്ച്. അപ്പോൾ പുള്ളി നേരെ വന്ന വശം നമ്മുടെ കൂടെ നിന്നൊരു പിക്ചറൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പുള്ളി പറഞ്ഞു എനിക്കൊരു ചെറിയൊരു സ്ഥാപനമുണ്ട്, എബനൈസർ എന്ന് പറഞ്ഞിട്ടൊരു പ്രിന്റിംഗ് പ്രസ്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ ബുക്ക് ഇങ്ങനെ അടിക്കാൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്നു, കംപ്ലീറ്റ്ലി കഴിഞ്ഞിരിക്കുക, എനിക്ക് 26-ാം തീയതിക്ക് ഇതൊന്ന് റിലീസ് ചെയ്യണം, അതിന് മുമ്പ് എനിക്ക് പ്രിന്റ് തരാൻ പറ്റുമെന്ന്.
എന്റെ ചേട്ടാ, നിങ്ങളൊക്കെ ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കല്ലേ, നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരും, എനിക്ക് ആ ഫൈനല് ഞാൻ പ്രിന്റ് അടിച്ച് തരാൻ പറഞ്ഞു. ഇന്ന് 22-ാം തീയതിയാണ് കേട്ടാ. 22-ാം തീയതി നമ്മളിന്ന് പ്രിന്റിങ് അവർ ആക്ച്വലി തുടങ്ങി. എനിക്ക് തരാമെന്നും പറഞ്ഞു, പ്രിന്റ് ഇത്ര ദിവസങ്ങളിൽ തരാമെന്ന് പറഞ്ഞു. നമ്മൾ സ്ഥലത്തി. അപ്പം ഇനി ബാക്കി ഉള്ളിലെ പ്രിന്റിങ് രീതികൾ, എങ്ങനെയാണ് പ്രിന്റിന് പോണേ, എന്തൊക്കെയാണ് പ്രിന്റിന്റെ പ്രൊസീജിയർ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് കാണാം. ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ടെൻസ്ഡ് ആണ്. ഇപ്പോഴാണ് ഒരു പ്രഷറും ഈ വലിയ വലിയ ആൾക്കാരുടെയൊക്കെ ലോഡും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. എന്താണെന്നറിയില്ല, ഒരാവശ്യമില്ലാത്ത ഒരു പ്രഷർ. അത് ചിലപ്പോൾ അത് അച്ഛനെ മോശമായി ബാധിക്കുകയോ, ആൾക്കാർ അച്ഛനെ ഭയങ്കരമായി ക്രിട്ടിസൈസ് ചെയ്യുമല്ലോ. എം കെ രാമേന്ദ്രന്റെ മോൻ ഇങ്ങനെ ഒരു മലയാളത്തിൽ എഴുതിയത്, അയ്യയ്യേ ഇത്ര വലിയ ആളുടെ മകൻ ഇത്രയുള്ള ഒബ്വിയസ്ലി സച്ചിന്റെ മോൻ സച്ചിന്റെ പോലെ തന്നെ കളിക്കണമല്ലോ, നമ്മളെല്ലാവരും പ്രതീക്ഷ. അപ്പൊ നമ്മളെ എബനൈസർ എത്തി. ഇതാണ് എബനൈസർ. നമുക്കിനി അതിൻ്റെ ഉള്ള പ്രിന്റിങ് രീതികൾ എങ്ങനെയൊക്കെയാണ് ഇവർ പ്രിന്റ് ചെയ്യണമെന്നുള്ളതൊക്കെ നോക്കാം. ഒരു 2-3 തവണയായിട്ട് വരേണ്ടി വരും, കാരണം ഇന്ന് തന്നെ നമുക്ക് എല്ലാം കാണാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഇവിടുത്തെ എന്തൊക്കെയാ അവർ സെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് കാണാം. അവനെ ഞങ്ങളുടെ പിതാവ് ഒരു പ്രസ്സിൽ ജോലിക്കാരനായിരുന്നു. ആദ്യം കമ്പോസിറ്റർ ആയിരുന്നു, പിന്നെ ഒരു പ്രസ്സിൽ ഫോർമാനായിട്ട് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ കാര്യങ്ങൾ നോക്കാനും പ്രൂഫ് വായിക്കാനൊക്കെ ആയിട്ട് വേറെ സ്ഥാപനത്തിലായിരുന്നു. ഏത് കൊല്ലത്തിലത്? അതൊക്കെ 50 കാലഘട്ടത്തിൽ. അപ്പം അങ്ങനെയുള്ള സമയത്ത് ആൾക്ക് 55-56 കാലഘട്ടത്തിൽ ആ പ്രസ് നടത്തിക്കൊണ്ടിരുന്ന ആള് സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ മാനേജറായിരുന്നു. അങ്ങനെയൊക്കെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആൾ മരിച്ചു. ആൾ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് പിന്നെയുള്ളൂ, കൊച്ചു കുട്ടികളാണ്. അപ്പം ചെറിയ വൈഫ് പ്രായം കുറഞ്ഞാണ്. ഫാദർ അപ്പോൾ പറഞ്ഞു, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അത്ര നല്ലതല്ല, എന്താ വെച്ചാൽ അവർക്കൊന്നും അറിയില്ല. അപ്പം ഞാനിത് നടത്തി എന്തെങ്കിലും വീഴ്ച വന്നു എന്ന് പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് വേണ്ട, ഞാൻ വരുന്നില്ല, നമുക്ക് പ്രസവിച്ചോളാൻ പറഞ്ഞു. അപ്പം അവർ നിർബന്ധമായിട്ട് നിൽക്കാൻ പറഞ്ഞു, പക്ഷേ വേണ്ടാന്ന് വെച്ച് പോന്നു. പിന്നീടാണ് ഒരു പ്രസ് വാങ്ങിക്കാനുള്ള ഒരു അത്യാവശ്യം വന്നു. എൻ്റെ ഫാദർ ജ്യേഷ്ഠനെ മെഷീനുകൾ വാങ്ങി വെക്കുന്ന, പ്രസ്സൊക്കെ വാങ്ങി വെക്കുന്ന ജോലി ഉണ്ടായിരുന്നു. അപ്പൊ ആലത്തൂര് ഒരു സ്വാമിയുടെ ഒരു പ്രസ് കച്ചവടാക്കി. ആ കച്ചവടാക്കിയ പ്രസ് ഒരു മുസ്ലിം ആയിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഫാദർ സമ്മതിച്ചില്ല മെഷീൻ വാങ്ങി. അത് ആറാമാണ്, നമുക്ക് പറ്റിയ പണിയല്ല, ഇവിടെ എല്ലാ ഇബിലീസുകളിലും അടിക്കേണ്ടി വരും, നമ്മൾ മാത്രമായിട്ട് പറ്റില്ല. അയാൾ ഓർത്തഡോക്സ് മുസ്ലിം ആയിരുന്നു. അയാൾ പറഞ്ഞു, വേണ്ട, ഞാൻ അടിക്കുക, ആ പൈസ പൊക്കോട്ടെ. അന്ന് 5000 പ്രസ് കച്ചവടാക്കി. 500 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വേണ്ടാന്ന്. പക്ഷെ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം സ്വാമി ബോംബെക്ക് പോവാ, മക്കളുടെ അടുത്തേക്ക് പോവാ. സ്വാമിക്ക് 2 പെൺമക്കളാണ്. അപ്പൊ സ്വാമിക്ക് പോയേ പറ്റൂ. അപ്പൊ സ്വാമി പറഞ്ഞു, എനിക്ക് പോണം, അതുകൊണ്ട് ഇത് പ്രസ് വേഗം വിറ്റായിരുന്നു, നീ മേടിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ വേറെ ആരും വാങ്ങിക്കാനില്ല. അന്ന് കാലത്തൊന്ന് 5000 രൂപ എടുക്കാൻ ആൾ വേണ്ടേ? 58, 55, 56 കാലം. അപ്പോൾ ഫാദർ ജ്യേഷ്ഠൻ ഒരു ദിവസം വന്ന് അങ്ങനെ പറഞ്ഞു, അവിടെ അങ്ങനെ ഒരു കാര്യം. അപ്പോൾ പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് പറ്റില്ല, എനിക്ക് നീ ഒരു കാര്യം എൻ്റെ കൂടെ വന്നാൽ മതി, നീ ഒരു വെള്ളക്കള്ളാസ് എഴുതി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയാ ചേട്ടാ അത് സമ്മതിക്കുക? അപ്പോൾ ആളുടെ ശിഷ്യൻ ഒരാളുണ്ട്, ആൾ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്വാമിയുടെ അടുത്ത്, ഇങ്ങനെ ഒരു അനുജനുണ്ട്, ആള് ദൈവഭക്തനാണ്, നുണ പറയില്ല, പിന്നെ വാക്ക് മാറില്ല, കള്ളുകുടിക്കില്ല. അപ്പോൾ സ്വാമിയെ കള്ളുകുടിക്കാത്ത മാപ്പിളുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കള്ളുകുടിക്കാത്ത ആളാണെന്ന് പറഞ്ഞു. അപ്പം എന്നാ ആളെ വിളിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവൾ നിർബന്ധമായിട്ട് വിളിച്ചു കൊണ്ടുപോയി വെള്ളക്കള്ളാസ് എഴുതി കൊടുത്തു. 3 മാസം കൊണ്ട് പ്രസ് വിറ്റിട്ട് പൈസ കൊടുക്കണം. പക്ഷെ 3 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞ് വിൽക്കാൻ പറ്റിയില്ല, ഇനി വാങ്ങിക്കാനില്ല. അപ്പൊ ഒരു ഓർഡർ ഷെഡ് കെട്ടിയിട്ട് അതിൽ പ്രസ് ആരംഭിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രസ് ചവിട്ട് അങ്ങനെ ആരംഭിച്ചു. അത് ആരംഭിച്ച് കുറച്ചു കാലം ഓടിയിട്ടും നടക്കണില്ല. അപ്പൊ ഫാദർ മറ്റേ ജോലിക്ക് പോകണ്ട അവിടെ. അപ്പോ വേറെ സ്ഥലത്ത് ജോലി, വിശ്വഭാരതി പ്രസിലെ സംസ്കൃത കമ്പോസിറ്ററായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് എന്നാ വേണ്ടാന്ന് വെച്ചിട്ട് ഇത് നടത്താമെന്ന് പറഞ്ഞിട്ട് ആള് അവസാനിപ്പിച്ചു. അങ്ങനെയാണ് 57 നവംബറിലാണ് ഇത് ആരംഭിക്കുന്നത്. 58 ജനുവരി 1 ഉദ്ഘാടനം ഒക്കെ വെച്ച് ഇങ്ങനെ പ്രസ് ആരംഭിച്ചു. അങ്ങനെ ഓലോ ഷെഡിലെ ആദ്യത്തെ ആരംഭം.
അങ്ങനെ 5 കൊല്ലം എവിടെയായിരുന്നു അത് നമ്മുടെ ഒളരിക്കര അവിടെ തന്നെ. അതെ. പിന്നെ 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഓടാക്കിയിട്ട് തന്നെ ആരംഭിച്ചു. അത് പിന്നെ 76 75 68 69 ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ് എന്നെ പിടിച്ചു നിർത്തി. അപ്പോൾ എന്റെ പ്രസ് നോക്കിയിരുന്ന ആൾക്കാർ ശരിക്കും നോക്കാത്തത് കൊണ്ട് എന്നെ പിടിച്ചു നിർത്തി. പിന്നെ ഞാനായി മാനേജ്മെന്റ്. ഞാൻ ചെറിയ പയ്യനാണ്, നമ്മുടെ കൂടെ ജോലിക്കാർക്ക് ഭയങ്കര വയസ്സന്മാരും. അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് പ്രിന്റിംഗ് ഉണ്ടായിരുന്നു, കോർട്ട് പ്രിന്റിംഗ്. അപ്പോൾ ആ കോർട്ട് പ്രിന്റിങ് ഒരു സെക്ഷനും മറ്റ് കമേഴ്ഷ്യൽ പ്രിന്റിംഗ് വേറെ സെക്ഷനും ഞാൻ നോക്കി. അങ്ങനെ കുറഞ്ഞ കാലം കൊണ്ട് 2-3 മെഷീൻ വരുത്തി. പിന്നെ ഒരു ഓട്ടോമാറ്റിക് മെഷീൻ 68-70 കാലഘട്ടത്തിൽ 58 മുതൽ 68 വരെ അങ്ങനെ പോയി. 70 കാലഘട്ടം നമ്മൾ ഈ പ്രസ്സൊക്കെ ഇലക്ട്രിഫൈ ചെയ്തു, എല്ലാം കാര്യങ്ങൾ അങ്ങനെയാക്കി. അങ്ങനെ കുറേശ്ശെ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ എൻ്റെ അനിയന്മാരൊക്കെ ഒപ്പം നിൽക്കും. അവരൊക്കെ സ്കൂൾ വിട്ട് വന്നാൽ നേരെ ബസ്സിൽ കയറിയിട്ട് വരും, ജോലി ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ വളർന്നു. അങ്ങനെയാണ് പ്രസിന്റെ വളർച്ച. അങ്ങനെ ഒരു 84 ഓഫ്സെറ്റ് ആക്കി. ഓഫ്സെറ്റ് ഒരു സിംഗിൾ കളറ് മെഷീൻ ഒരെണ്ണം ഇമ്പോർട്ട് ചെയ്തു. അന്ന് ഇമ്പോർട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാലമാണ്. അതൊക്കെ വളരെ നീണ്ട കഥ പറയാണ്ട്, അത് പറഞ്ഞാൽ നേരം പോകും. അപ്പോൾ അത് ഇമ്പോർട്ട് ചെയ്തു. അത് കുറച്ചു കാലം കൊണ്ട് ഞങ്ങൾക്ക് വർക്ക് കൂടിയപ്പോൾ അന്ന് ഊമ പ്രിന്റേഴ്സ് ഉണ്ടായിരുന്നു. ഊമ പ്രിന്റേഴ്സിന്റെ അസ്തമനവും ഞങ്ങളുടെ വരവും ഒരേ സമയത്തായിരുന്നു. അതുകൊണ്ട് കുറേ വർക്കുകൾ ഞങ്ങൾക്ക് വന്നു. അങ്ങനെ ആ സമയത്ത് ഒരു ഡബിൾ ഡെമി മെഷീൻ വാങ്ങിക്കാൻ HMT മെഷീൻ ഒരെണ്ണം വാങ്ങിച്ചു. HMT മെഷീൻ വാങ്ങിച്ചു. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും HMT 2 കളർ വാങ്ങിക്കാൻ പറ്റി. അങ്ങനെ ആദ്യം നാൾ താമസിക്കാണ്ട് ഒരു 4 കളർ മെഷീൻ ഞാൻ പഴയതൊരെണ്ണം മേടിച്ചു. അത് കുറച്ചാൾ ഉപയോഗിച്ച് അത് പിന്നെ വേണ്ടാന്ന് വെച്ച് പിന്നെ കുറച്ചും കൂടി മോഡേണൈസ്ഡ് മെഷീനൊക്കെ ആക്കി. ഇപ്പോൾ ഒരു പിന്നെ ഞങ്ങൾക്ക് കമേഴ്ഷ്യൽ ജോബാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഭയങ്കര. ഈ നമ്മുടെ എല്ലാ ജ്വല്ലറി ഹെഡ് ക്വാർട്ടേഴ്സ് കൂടിയാണ് നമ്മുടെ ജ്വല്ലറി. അതുപോലെ കല്യാൺ സ്വാമിയുടെ ഉയർത്തുന്ന അവർ വരലും നമ്മുടെ ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെ അവരുടെ എല്ലാ കസ്റ്റമേഴ്സും ഞങ്ങളോട് ഭയങ്കര അടുപ്പവും വേണ്ടിയുണ്ട്. ഇപ്പോഴും കല്യാണിൻ്റെ പണിയെല്ലാം ഇവിടെ തന്നെ നമ്മൾ തന്നെ ചെയ്യുള്ളൂ. അപ്പോൾ അതുപോലെ എല്ലാ പണികളും അങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് കോവിഡോടുകൂടി കമേഴ്ഷ്യൽ ജോബ് തീരെ അങ്ങോട്ട് നിന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾക്കൊരു ചിന്ത വന്നു, പാക്കേജിങ്ങിലേക്ക് പോയെങ്കിൽ തോന്നും. പാക്കേജിങ് ഇവിടെ ഒരു 15 കൊല്ലം മുമ്പ് പാക്കേജിങ്ങിന് വേണ്ടി തുടങ്ങിയ യൂണിറ്റ് അത് വാസ്തവത്തിൽ അന്ന് പാക്ക് നിർത്തുന്നത് കാരണം അങ്ങനെയായിരുന്നു. പക്ഷെ പാക്കേജിങ് കൂടുതൽ കമേഴ്ഷ്യൽ ജോബ് ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ പാക്കേജിങ് അങ്ങോട്ട് മൈൻഡ് ചെയ്തില്ല. പിന്നെ പാക്കേജിങ്ങിലേക്ക് ഇറങ്ങി. ഇപ്പൊ ഞങ്ങൾ 3 കൊല്ലമായിട്ട് പാക്കേജിംഗ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പ്രിന്റിങ്ങും ഉണ്ട്, പാക്കേജിങ്ങും ഉണ്ട്. ഉണ്ട്. പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് കാര്യങ്ങൾ ചെയ്യാൻ വരില്ല. അതില് കവർ വരില്ലേ? അതുകൊണ്ട് എല്ലാം വരും. കവറുണ്ട്, ക്യാരി ബാഗ്സ് ഒക്കെ വരും. ഇങ്ങനെ ക്യാരി ബാഗ്സ് സൗത്തിലും കേട്ടിട്ടുണ്ടല്ലോ. എവിടെയുള്ളവര്? ഇത് തിരുവനന്തപുരം. ഇതുണ്ടോ? ഇത് ഐസ്ക്രീം ബോക്സ് ആണ്. ഇതൊക്കെ പ്രിന്റ് ചെയ്യില്ല. ഇതൊക്കെ പ്രിന്റ് ചെയ്യും. ഇതുപോലത്തെ ഇത് പുതിയ ടെക്നോളജിയാണ്, മെറ്റൽ പ്രിന്റിംഗ് എന്ന് പറയും. ഇതുപോലെ ഇതൊക്കെ പ്രിന്റ് ചെയ്യുന്നതൊക്കെ കേരളത്തിൽ വളരെ കുറവുള്ളൂ. കേരളത്തിൽ ഇപ്പോൾ എറണാകുളത്ത് 1-2 യൂണിറ്റ് ഉണ്ട്, 2-3 യൂണിറ്റ് ഉണ്ട് എറണാകുളം ജില്ലയിൽ. ഇവിടെ നമുക്കുണ്ട്, കോഴിക്കോടുണ്ട്. അങ്ങനെ ഇത് വളരെ കുറവുള്ളൂ. ഇപ്പോൾ ഇവിടെ ആയി വരുന്നു. അങ്ങനെയാണ് എബനൈസറിന്റെ ഉദയം. എബനൈസർ, അതെ. എബനൈസർ 84 ഞങ്ങൾ എബനൈസർ കൊണ്ട് ആരംഭിച്ചു. അതിന് മുമ്പ് പ്രഭാത് പ്രിന്റേഴ്സ് ആയിരുന്നു. പ്രഭാത് പ്രിന്റേഴ്സ്. പിന്നെ എബനൈസറായിട്ട് ഞങ്ങൾ ഇപ്പോ 15 കൊല്ലായി അല്ലേ. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മുടെ രത്നം ചുരുക്കം. അങ്ങനെയാണ് ഫാദർ ഇത് തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച്, ഇവരൊക്കെ ഗൾഫിൽ പോയി 2-3 ആൾക്കാര്, അവരൊക്കെ തിരിച്ചു വരുത്തി ഞങ്ങൾ ഒന്നിച്ച് ജോയിന്റ് വെഞ്ചറായിട്ട് തുടങ്ങി. ഇപ്പോഴും ഫാമിലി കൺസേൺ ആയിട്ട് ഇങ്ങനെ പോകുന്നു. എല്ലാവരും കൂടി ഒരുമിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ അതെ ഞങ്ങളുടെ അടുത്ത തലമുറയാണ് നെക്സ്റ്റ് ജനറേഷനായി. അതെ, ഞങ്ങളെ ഫാദറ്, ഞങ്ങൾ മക്കള്, ഇപ്പൊ മക്കളുടെ മക്കളാണ്. അവരും രംഗത്ത് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും കാര്യങ്ങളൊക്കെ അവരും വളരെ താല്പര്യമായിട്ട്. ഇവനും എന്റെ മോൻ ഫുൾ ടൈം അവിടെ ഉണ്ട്. പിന്നെ ഓളരിയില് ജെഫിൻ. ജെഫിനാണ് അവിചാരിതമായി കണ്ടതാ ഇവിടെ വരെ എത്തി.
ഞാൻ ആ ജോൺസനെ ഉവ്വ. എന്നോട് അമ്മയെ കുറിച്ച് ഭയങ്കരമായിട്ട് പറയാറുണ്ട്. ആളെപ്പോഴും അവൻ പറയാം എന്റെ കാര്യം അമ്മ അറിഞ്ഞിട്ട് ചെയ്യുന്നു. ആളെപ്പോഴും പറയും എബനൈസർ നിങ്ങളുടെ ഡയറി കലണ്ടർ എപ്പോഴും കൊണ്ടുവരും ഞങ്ങൾക്ക് എപ്പോഴും കൊണ്ടുവരും. എന്നോട് പറയുന്നത് അമ്മയുടെ അടുത്ത് കാര്യം പറയുന്നേക്കാളും അമ്മ എന്നെ മനസ്സിലാക്കും. ശമ്പളത്തെക്കാൾ കൂടുതൽ എപ്പോഴും പറ്റും പറയും. 1-ാം തീയതി അടുത്ത മാസം നമ്മൾ വിളിക്കും. ആകെ കൂടിയുള്ള ഒരു സ്ഥാപനമായിരിക്കും അത്. അതെ, 1-ാം തീയതി അടുത്ത മാസം നമ്മൾ 1-ാം തീയതി എന്നെ വിളിക്കും. അമ്മയുടെ അടുത്ത് സങ്കടം പറയണ്ട, പറയണതിന് മുമ്പ് എന്നെ അമ്മ സെറ്റ് ചെയ്യും. അതാ പ്രശ്നം. അമ്മയ്ക്ക് ആളോട് ഭയങ്കര കനിവാണ്. എന്താ വെച്ചാൽ ആള് കുറച്ച് കഴിവ് പറഞ്ഞ ആളാളുടെ വീട്ടിലെ പെൺമക്കളേ ഉള്ളൂ, ജോലിയൊന്നും ഇല്ല. അങ്ങനെ ഇവരുടെ അവിടുത്തെ മണി മാത്രമേ ഉള്ളൂ. അപ്പോ പക്ഷെ വിശ്വസ്തന, അതുകൊണ്ട് ജോലി ഭയങ്കര, അതുകൊണ്ട് ആൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് അമ്മയ്ക്കറിയാം. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞ അമ്മ പൈസ ആദ്യമൊക്കെ എന്തെങ്കിലും പറഞ്ഞാലും പൈസ വൈകുന്നേരം നമുക്ക് കൊടുത്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അത് എന്നോട് പറഞ്ഞു. ഇപ്പൊ അമ്മയെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. അമ്മയെ കണ്ടപ്പോ എനിക്ക് അപ്പൊ ഞാൻ ഇതാണ് അമ്മ. ഞാൻ അമ്മ വേറൊരാളായിട്ട് അങ്ങനെ വിചാരിച്ചു. അമ്മ ഭയങ്കര സിമ്പിളാ. അപ്പൊ ഞാൻ അങ്ങനെ അമ്മയായിട്ട് അന്ന് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അവൻ അതുപോലെ എന്നോട് പറയാനുണ്ടായിട്ട് പല 1-2 തവണ സീരിയസ് ഇഷ്യൂ വന്നപ്പോ അമ്മയാണ് മാനേജ് ചെയ്തത്. അങ്ങനെ അവന് മോളുടെ സൂക്കേടുള്ള സമയത്തൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ, ലീവ് കണ്ടിന്യൂസ് ലീവ് എടുക്കേണ്ടി വന്നിട്ടും അമ്മ ഒന്നും പറഞ്ഞില്ല. ഞാൻ ചോദിക്കേ പ്രശ്നം ഉണ്ടാവാണ്, ആരുമില്ലല്ലോ. ഇപ്പോഴാള് പോയിക്കുക, വരും. അപ്പോൾ ആള് തിരിച്ചു വരൂട്ടാന്ന് പറഞ്ഞിട്ട് പോണേ. വരും, അല്ലാണ്ട് വേറെ വരുമാനമല്ലോ. പ്രസ് കണ്ടാലോ നമ്മൾ അങ്ങനെ ശരിയാ. നമ്മുടെ വർക്ക് ഏരിയ, ടോട്ടൽ വർക്ക് ഏരിയ എന്ന് പറയുന്ന ഏരിയ ആണ് ഇത്. പോസ്റ്റ് പ്രസ് എന്ന് പറയും. ഇപ്പൊ സാറിന്റെ തന്ന ആർട്ട് വർക്ക്, അതിന്റെ ടൈപ്പ് സെറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസും എല്ലാം കൂടെ ചെയ്തിട്ടുള്ള നമ്മുടെ ഡിസൈനിലോട്ടാണ് ഏറ്റവും ആദ്യം വരുന്നത്. ഡിസൈനിങ്ങിലോട്ടാണ് ഡിസൈനിങ്ങിന് വരും. അതായത് ഇപ്പൊ ഇതിനകത്ത് കാണുന്നുണ്ട്, ഇപ്പൊ ടെസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന പേജസ് ഇവിടെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് പേജ് സെറ്റ് ചെയ്ത് CTP പ്ലേറ്റ്സ് എടുക്കും. അതായത് ആദ്യം പ്ലേറ്റ്സ് എടുക്കും. അതായത് കമ്പ്യൂട്ടർ ടു പ്ലേറ്റ്സ് എന്നാണ് CTP, കമ്പ്യൂട്ടർ ടു പ്ലേറ്റ്സ്. ആ പ്ലേറ്റിൽ വരുന്ന ഡേറ്റാസ് ആണ് നമ്മൾ പേപ്പറിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത്. ആ പ്ലേറ്റിൽ എന്തൊക്കെ വരണം ശരി അങ്ങനെ പോകില്ല. അവിടെ നമുക്ക് അവിടെ പോയി അതേ പ്ലേറ്റ്സ് എടുക്കുന്ന കാണിക്കും. ഇവരുടെ പ്ലേറ്റ് ഇപ്പൊ ഇങ്ങനെ ഇതിലോട്ട് നമ്മൾ ഡേറ്റ അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇവിടെ ഇതിലേക്ക് മാറ്റി അല്ലല്ല ഇപ്പൊ ഈ മാറ്റാൻ പോകുന്നു. അതായത് നമ്മൾ അവിടെ നിന്നുള്ള ഡേറ്റാസ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അതായത് നമ്മൾ സിസ്റ്റത്തിൽ സെറ്റ് ചെയ്ത സാധനം ഈ പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അതിൽ ഈ പ്ലേറ്റ്സിൽ ഇമേജ് ഏരിയ, നോൺ ഇമേജ് ഏരിയ എന്ന് പറഞ്ഞ സെപ്പറേഷൻ ഉണ്ട്. ആ ഇമേജ് ഏരിയസിൽ ഉള്ള എന്തൊക്കെയുണ്ടോ ഡേറ്റാസ് ഉണ്ടോ അത് മാത്രമേ ഉള്ളൂ ഇങ്ക് ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ. പേപ്പറിലോട്ട് ഇങ്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. അപ്പൊ അല്ലല്ല ഇപ്പൊ ഇതുണ്ടോ ഈ പ്ലേറ്റ്സിന്റെ ഇത് ടോട്ടലി ഇമേജ് കംപ്ലീറ്റ് ഇമേജസ് ആണ്. ഇതുണ്ടോ ഈ ഗ്രീൻ കളർ എന്ന് പറയുന്നത് ടോട്ടലി കെമിക്കലൈസ്ഡ് ആണ് കോട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഇതിനകത്ത് എന്തൊക്കെ നമുക്ക് വേണോ അത് മാത്രം ഇവിടെ നിലനിർത്തി ഇതിലേക്ക് വിടും. എന്നിട്ട് ഇതിനകത്ത് പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷം ഡെവലപ്പ് ചെയ്യും. ഈ കമ്പ്യൂട്ടർ പ്രോസസ് കഴിഞ്ഞ കമ്പ്യൂട്ടർ ട്രാൻസ്ഫറേഷൻ കഴിഞ്ഞതിന് ശേഷം ഡെവലപ്പ് ചെയ്യും. ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ആവശ്യമുണ്ടോ അത് മാത്രമേ നീക്കുള്ളൂ. ബാക്കിയെല്ലാം പ്ലെയിൻ ആയിട്ട് വരും. അതായത് ഇവിടെ കാണും, ഞാൻ എടുത്ത് കാണിക്കാം പ്ലെയിൻ. അതായത് ഒരു ഇമേജ് കാണിക്കാം ഞാൻ അതിന്റെ ഒരു സൈസിന്റെ വലിയ പരിപാടി. ഞാൻ വിചാരിച്ചു കമ്പ്യൂട്ടറിന് നമ്മള് പ്രിന്ററിലേക്ക് പ്രിന്റ് അടിച്ച് കഴിഞ്ഞാൽ പ്രിന്റ് വരുമല്ലോ. അങ്ങനെയല്ല ഇതിന്റെ പ്രോസസ്, എൻറ്റയർലി ഡിഫറെന്റ് പ്രോസസ്സാ. ഇപ്പൊ ഇതുണ്ടോ, ഇതൊരു സെറ്റ് പ്ലേറ്റ് ആണ്. ഇതൊരു സെറ്റ് പ്ലേറ്റ് ആണ്. ഇത് ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാ. അതേ സെയിം കളർ തന്നെയായിരുന്നു നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ. ഒട്ടിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയോ, ഇതുണ്ടോ, ഇതിപ്പോ ഡെവലപ്പ് ചെയ്തതാണ്. ഡെവലപ്പ് ചെയ്തത് നമുക്ക് എന്തൊക്കെ ഇമേജസ് വേണോ
ഇപ്പൊ ഒരു പിക്ചറാണിത്. ഈ പിക്ചറിന്റെ എത്ര പെർസെന്റേജ് നിലനിൽക്കണം അതെല്ലാം അവിടെ കാൽക്കുലേറ്റഡ് ആണ്. എന്തൊരു ഇമേജസ് ആണോ ഇത് ബേസിക്കലി പ്രിന്റിങ്ങിൽ 4 കളേഴ്സ് എന്ന് പറയുന്നത് സാൻ, മജന്ത, യെല്ലോ, ബ്ലാക്സ് എന്ന് പറയുന്ന 4 കളേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മുടെ ഈ കളർ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. അതിലെന്തൊക്കെയാണോ വേണ്ട, സാൻ എത്ര പെർസെന്റേജ് വേണോ അത്രയും മാത്രമേ ആ പ്ലേറ്റ്സിൽ നിൽക്കുള്ളൂ. അത് നമ്മൾ സെലക്ട് ചെയ്ത് അവിടെ നിന്നാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഗ്രാഫിക്സിൽ ഇരുന്നിട്ട് എത്ര പെർസെൻറ്റേജ് കളേഴ്സ് വേണം എന്നുള്ളതൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അത് കസ്റ്റമേഴ്സിന് കൊടുത്ത് അപ്രൂവൽ മേടിക്കുകയും ചെയ്യും. അപ്രൂവൽ മേടിച്ചതിന് ശേഷമാണ് നമ്മൾ പ്ലേറ്റ്സ് എടുക്കുന്നത്. പ്ലേറ്റ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മൾ അതിന്റെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. പ്ലേറ്റ് സ്റ്റാർട്ട്. അതെ, മാത്രം 40 ലക്ഷം രൂപ വിലയുണ്ട് ഇതിന് മാത്രം. ഈ ഒരു ഇതാണ് പ്ലേറ്റ് പ്രോസസ് ചെയ്യുന്നത്. ആ ജോബിന്റെ കവറിന്റെ അതിന്റെ ഒരു കളർ 4 കളർ ഉണ്ടല്ലോ, ഫാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക്. അപ്പൊ ആ 4 കളർ അടിക്കണം. ഓ അത് ശരി. എന്നിട്ട് മിഷനിൽ കൊണ്ടുപോയിട്ട് 4 സെപ്പറേറ്റ് യൂണിറ്റ്സ് ഉണ്ട്. വലിയ പരിപാടിയല്ല അത് കാണിക്കും. ഈ 4 കളേഴ്സും 4 യൂണിറ്റ്സിലാണ്. അതെ ഞാൻ ഒറ്റ പ്രിന്റ് അടിച്ച് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെയല്ല, ചെറിയ സാധനങ്ങൾക്ക് അല്ലേ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം ആ കളറിൽ വരും. അങ്ങനെ ആകത്തുള്ളൂ. ഇപ്പൊ അല്ലാണ്ട് ഇങ്ങനെ നോക്കി ഒന്നും മനസ്സിലായി. നമ്മുടെ സൈഡ് പിന്നെ എടുക്കുമ്പോൾ ആ ബ്ലൂ കളറിൽ ഇമേജസ് അവിടെ സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. എന്തൊക്കെ എക്സ്പോസ് ചെയ്തിട്ടുണ്ടോ അത് മാത്രം നിലനിർത്തിയിട്ട് ബാക്കിയെല്ലാം ഡെവലപ്പ് ചെയ്യുമ്പോൾ വാഷ് ഔട്ട് ആവും. വലിയ സാധനം എന്ന് പറയുമ്പോൾ നമുക്കും അറിയില്ല. നമ്മൾ വിചാരിച്ച കമ്പ്യൂട്ടറിൽ പ്രിന്റ് അടിച്ചാൽ കഴിഞ്ഞു. അല്ല അങ്ങനെയല്ല. അങ്ങനൊക്കെ നല്ല ഇതൊന്ന് എക്സ്പോസ് ചെയ്ത് നോക്കി. ഇതുണ്ടോ ഈ ഏരിയാസ് ഉണ്ട്. ഇപ്പൊ എഴുതിയേക്കുന്നുണ്ടോ? ഇതുണ്ടോ? ഡെവലപ്പ് ആയ ഇത് ഇനിയിപ്പോ ഡെവലപ്പ് ചെയ്ത് വരും. ഇത് ഡെവലപ്പ് ചെയ്തതിന് വെളിയിൽ വരും അവിടെ. അപ്പൊ അതിലെന്താ വ്യത്യാസം വരാതെ കാണാം. അതിൽ എന്തൊക്കെ ഇമേജസ് വേണോ അത് മാത്രമേ അവിടെ സ്റ്റേ ചെയ്യൂ. ഓ അത് കാണാൻ പറ്റും. അത് ബ്ലൂ അല്ലേ? ഓ ആ കോട്ടിങ് മുഴുവൻ പോകും. ആ കോട്ടിങ് നിൽക്കുന്ന കോട്ടിങ് എന്ന് പറഞ്ഞാൽ ഇമേജസ് മാത്രമേ ഉള്ളൂ. ഇത് പ്രിന്റിങ്ങിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇങ്ക് ആൻഡ് വാട്ടർ വിൽ നോട്ട് മിക്സ്. ഇങ്കും വെള്ളവും മിക്സ് ആവില്ല. അതായത് ഇങ്ക് വന്നിട്ട് ഇമേജ് ഏരിയയിൽ മാത്രമേ പിടിക്കുള്ളൂ. നാല് പ്ലേറ്റ്സ് വേണം. ബ്ലൂവിന്റെ അല്ലേ പൊട്ടത്? അത് സെയിം പ്ലേറ്റിന്റെ കളർ. അത് ഏത് യൂണിറ്റിനാണോ ഫിക്സ് ചെയ്യുന്നത് അതനുസരിച്ച് കളർ വാട്ടർ ആൻഡ് ഇപ്പൊ നമ്മള് ഐ പി മറ്റു കെമിക്കൽസും എല്ലാം യൂസ് ചെയ്ത് പ്രിന്റിംഗ് ക്വാളിറ്റി കൂട്ടാനായിട്ട്. വലിയ പരിപാടി അത്ര. ആക്ച്വലി ഇന്നൊരു വലിയ കോഴ്സാണ്. ഇതിന് 4 ഇയർ ബിടെക് ഉണ്ട്, ഡിപ്ലോമയുണ്ട്, കോഴ്സ് ഡിപ്ലോമയുണ്ട്. പ്രിന്റിംഗ് എന്നൊരു 3 ഇയർ കോഴ്സാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു. ആദ്യമായിട്ട് പ്രിന്റിംഗ് ഇത്രയും വലിയൊരു കോഴ്സ് പുറമെ പോയി പഠിക്കാനുള്ള സാധ്യതകള് ശരിക്കും നേരത്തെ സാറ് പറഞ്ഞ പോലെ ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ്. ഡേ ബൈ ഡേ ഗ്രോ ചെയ്യുന്നൊരു വലിയ ഇൻഡസ്ട്രിയാണ്. ഇതൊക്കെ പണ്ട് കാലത്ത് നിങ്ങൾ ഇതല്ലാത്ത രീതിയിൽ അവിടെ ചെയ്തിരുന്നത് നമുക്കിത് കഴിഞ്ഞിട്ട് അതിവിടെ ഉണ്ട്. പഴയ ടെക്നോളജി, അതായത് ഇത് 70 കാലഘട്ടങ്ങളിൽ തുടങ്ങിയതാണ്. അതിന് മുന്നത്തെയാണ് 1950 കാലഘട്ടങ്ങളാണ് ഈ ചവിട്ടി അടി അതൊക്കെ പറഞ്ഞത്. അന്നും മെത്തേഡ് ഇതാണോ? അല്ല, അന്നത്തെ മെത്തേഡ് എന്ന് പറഞ്ഞ ടൈപ്പ്, അത് ലിഡ് വെച്ചിട്ട് ടൈപ്പ് സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് മാനുവലി ഫിറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുന്നത്. ഓരോന്നിനും ഇത് ഭയങ്കര റിസ്ക് ആയിരുന്നു അന്ന്. അതുകൊണ്ടാണ് ആൾക്കാർ പ്രിന്റിങ്ങിന്, അന്നത്തെ ആൾക്കാർ നമ്മൾ അച്ചടി പ്രസ്സിൽ പോവാന്ന് പറഞ്ഞാൽ കയ്യെ മുഴുവൻ മഴി അങ്ങനെയൊക്കെ ഒരു മോശമായ അന്തരീക്ഷമായിരുന്നു. പക്ഷെ ഇന്നിപ്പോ അത് മാറി, ടെക്നോളജി ആയി. അത് ഡെവലപ്പ് ചെയ്ത് വരുന്നതിന്റെ ഇപ്പൊ നമ്മൾ എക്സ്പോസ് ചെയ്ത പ്ലേറ്റ് ഇതുണ്ട്. ഇപ്പൊ ഇതിനകത്തുള്ള ഇമേജസ് ഇപ്പൊ ഈ പ്ലേറ്റ്സിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ടാവും ഏത് കളറാണ്. സിയാന്ന് പറഞ്ഞ ബ്ലൂ ആണ്. നമ്മുടെ ഈ സെഗ്മെന്റിൽ ഉപയോഗിക്കുന്ന ഒരു വേറൊരു കളറാണ് സിയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക്. ഈ 4 പ്രോസസ് കളേഴ്സ് ആണ് നമ്മൾ പ്രിന്റിങ്ങിൽ ഉപയോഗിക്കുന്നത്. അതില് ഈ സാൻഡ് പെർസെന്റേജ് എന്തേലും ഉണ്ടോ ഇപ്പൊ നമ്മൾ ഇത് കൊണ്ട് ബ്ലൂ സാൻഡ് കൊണ്ട് മാത്രമേ ഫിക്സ് ചെയ്യുള്ളൂ. ഇതുകൊണ്ട് യെല്ലോ യൂണിറ്റിൽ ചെയ്യില്ല. പ്രിന്റിങ്ങിൽ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ഉണ്ട് ഇതുപോലെ 4 കളേഴ്സ്, 5 കളേഴ്സ്, 6 കളേഴ്സ് മെഷീൻസ് ഉണ്ട്. നമുക്ക് വേറെ ഉണ്ട്.
അത് ആ മെഷീനാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അപ്പൊ ഇത് സയാന്റെ യൂണിറ്റിൽ മാത്രമേ ഇത് ഫിക്സ് ചെയ്യത്തുള്ളൂ. ഈ പ്ലേറ്റ്സ് കൊണ്ട് നമ്മൾ മെഷീനിൽ ഫിറ്റ് ചെയ്ത് ഇത് അതിന് ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇത് പ്ലേറ്റ് പഞ്ച് ചെയ്യണം. അതിന്റെ രജിസ്ട്രേഷൻ കറക്റ്റ് ആകാനായിട്ട് പഞ്ച് ചെയ്തിട്ട് വേണം മെഷീനിൽ ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്രൂവലിന് വിടുന്നതിന്റെ കാരണം ഈ എന്തെങ്കിലും ചെക്കിംഗ് ഉണ്ടോ ഇപ്പൊ ചെയ്യാം. ചെയ്യാം. ഇത് കഴിഞ്ഞില്ല. അപ്രൂവൽ തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ എടുത്തു വെച്ച് പ്രിന്റ് ചെയ്യും. മോഡല് ആ മറ്റേത് വാറന്റി ഓ സ്റ്റുഡിയോ ബേസ് ഒന്നും ചെയ്യും വാറന്റി അത് നമ്മുടെ കവറാണ് പ്രിന്റ് വരുന്നത്. ഇതാണ് നമ്മുടെ കവർ പേജ്. അതിനെ 4 പ്ലേറ്റ് ആക്കിയിട്ട് 4 കളേഴ്സിൽ പ്രിന്റ് അടിച്ച് വരുന്നു. ഈ കളറിന്റെ പേര് ഇവിടെ എവിടെയോ എഴുതിയുണ്ട്, ഞാൻ പഠിച്ചു വരുന്നുള്ളൂ കേട്ടോ. ഈ പ്ലേറ്റ് ഏതായിരുന്നു? ഇത് മജന്ത. മജന്ത. ഓ യാ മജന്ത. മജന്തയുടെ പെർസെന്റേജ് സെഞ്ചുറി ഉണ്ടോ അത് മാത്രമേ ഇവിടെ ട്രാൻസ്ഫർ ആകുന്നു. ഇതിന് ഈ 4 കൂടിയിട്ട് മെഷീനില് വെക്കും. മെഷീനില് സെറ്റ് ചെയ്യും. ഓരോ യൂണിറ്റ് വെച്ചിട്ട് ഇത് നമ്മൾ കഴിക്കുന്നത് പെട്ടെന്നൊരു പ്രോസസ് അല്ല. ഇത് ടൈം ടേക്കിംഗ് ആണ്. ഇന്ന് കൊടുത്താൽ നാളെ കിട്ടുമെന്നൊന്നും കിട്ടില്ല. പണിയുണ്ട്. അവിടെ മിഷൻ റെഡി ഇത് ഇവിടെ നടന്നോട്ടെ അല്ലേ? ശരി ചേട്ടാ. ഇതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും ഓരോരോ അതിൻ്റെതായ ആൾക്കാരുണ്ട് ട്രെയിൻഡ് ആയിട്ടുള്ള. ഓക്കെ. വിടും. ഞാൻ പറഞ്ഞു എനിക്ക് അതില് സ്പെസിഫിക് ആണ്, എനിക്ക് ഇങ്ങനെ വേണം. എനിക്കൊരു പിക്ചർ കാണുമ്പോ അതെന്ത് ഹരി അതില് ഫസ്റ്റ് ചാപ്റ്ററിൽ വരണ്ട. അപ്പൊ അത് ആളാന്ന് മനസ്സിലാവല്ലോ. വെറുതെ ലാസ്റ്റില് കുറെ പിക്ചേഴ്സ് കൊണ്ടിട്ട് പറ്റില്ല. അതുപോലെ അച്ഛനമ്മ. ഇതിവിടെ കുളിമണാലി പോയി. ഇതാണ് ഞങ്ങളുടെ മെയിൻ പിക്ചേഴ്സ്. മണാലി ട്രിപ്പ് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് യാത്രയിലെ പുള്ളിക്കാരനാണ് ജ്യോതിഷ്. ഇത്രേ ഉള്ളൂ അല്ലെ? ഈ ഒറ്റ പ്ലേറ്റ് ആണല്ലോ? അതല്ല, ഇനി ഓരോ ഫോംസ് ഉണ്ട്. ഇത് ടോട്ടൽ എത്ര സെറ്റ് ആണ്? 4 സെറ്റ്. താഴെ ഉണ്ടാ ബാക്ക് സൈഡ് അടിക്കും. ആദ്യം ഫ്രണ്ട് അടിക്കും, ബാക്ക് സൈഡ്. എന്തുമാത്രം ഇമേജസ് ഉണ്ടോ അത്രയും മാത്രമേ ഇങ്ക് എടുക്കുള്ളൂ. ബാക്കിയുള്ളത് ഏരിയയില് നോൺ ഇമേജ് ഏരിയയില് ഇങ്ക് എടുക്കില്ല. ഇങ്ക് ടച്ച് ആവുമെങ്കിലും ഇങ്ക് അബ്സോർവ് ചെയ്യില്ല. ആ കളർ മാത്രം എടുക്കുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ സെയിം മജന്ത, അടുത്തേല് യെല്ലോ, ബ്ലാക്ക്. അപ്പൊ ഈ റോഡ് ഇതിക്കൂടെ കയറി ഇറങ്ങും. ഇത് അത് പേപ്പർ ഇവിടുന്ന് ഫീഡ് ചെയ്യും. അങ്ങനെയല്ല, ആദ്യം ബ്ലാക്ക് പ്രിന്റ് ചെയ്യും. ഏറ്റവും ആദ്യം ഉണ്ടോ പേപ്പർ ഇവിടുന്ന് വരും. എന്നിട്ട് ഇതില് ബ്ലാക്ക് പ്രിന്റ് ചെയ്യും. ബ്ലാക്ക് മാത്രമേ കാണുള്ളൂ. അടുത്ത യൂണിറ്റിൽ പോയി ഓട്ടോമാറ്റിക് പാസ് ചെയ്യാതെ നമ്മൾ എടുത്ത് കൊടുക്കണോ? അത് ഓട്ടോമാറ്റിക് അവിടെ വരും. പേപ്പർ ഇപ്പോൾ അവിടെ പ്രിന്റിങ് തുടങ്ങുകയാണ് ഇപ്പോൾ. അതിന് കയറി അല്ലേ? ഇതിന് കയറി അതിന്റെ ഇടയ്ക്കൂടെ ട്രാവൽ ചെയ്ത് എല്ലാ യൂണിറ്റിലും ട്രാവൽ ചെയ്യും. അടുത്ത യൂണിറ്റ് ഇത് സയൻ. ഷട്ടറും മജന്ത. നല്ല വ്യത്യാസം. ഇതിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? അതിലും വ്യത്യാസം. ഈവൻ ഇതുണ്ട്. മൊത്തത്തിൽ മാറി അല്ലേ? ഇതിന് മാറി. ഇത് അതിനെ കഴിഞ്ഞ് വലിയ മെഷീൻസ്. ഇതിലെന്താ നമ്മൾ ചെയ്യുന്നത്? ഇതിലിപ്പോ ഇന്നർ അടിക്കുന്നത്. ഇന്നർ സെറ്റ് ചെയ്യുന്നുള്ളൂ. വന്നിട്ടില്ല. ഇതിപ്പോ പ്രിന്റിങ് കഴിഞ്ഞു. പ്രിന്റിങ് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ് എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് ഫോൾഡിങ്. ഫോൾഡിംഗ് വരെ അല്ലേ? അതായത് അവിടുന്ന് പ്രിന്റിങ് കഴിഞ്ഞാൽ അങ്ങോട്ട് ഫോൾഡിങ്ങിലേക്ക് വന്നു. അതെ. ഇവിടെ വന്ന ഓരോരോ ഫോം ബൈ ഫോം
ഫോം വൈസ് ആയിട്ട് സെപ്പറേറ്റ് ഫോൾഡ് ചെയ്ത് ഓ. ഇതുപോലെ എടുക്കും. ഇതെല്ലാം ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ ഫോൾഡ് ചെയ്ത് ഇനി ചട്ട കയറ്റോ? അല്ല, ഇത് ഫോൾഡ് ചെയ്തിട്ട് ഗ്യാദർ ചെയ്ത് വെച്ചേക്കുന്ന ഇതുണ്ടോ, ഇതിങ്ങനെ ഇത് കൊളക്ട്രിയൽ മാർക്കാ. ഇതിൽ ഒരെണ്ണം മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അറിയല്ലോ അല്ലേ? ഇത് കറക്റ്റ് ഒരു സെറ്റാണ്. ഇത് ഇവിടുന്ന് തുടങ്ങി ഇവിടെ ഇങ്ങനെ നിൽക്കണം. ഇടയ്ക്കെന്ന് ഒരെണ്ണം ഊരിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അപ്പൊ ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ പ്രൊസീജിയർ? പിന്നെ ഉള്ള ഇത് മിക്കവാറും സ്റ്റിച്ചിങ് ആണ്. സ്റ്റിച്ചിങ് ഉണ്ട്, പിന്നിങ് ഉണ്ട്. ഇതിൽ ഏതാണോ നമ്മൾ എഗ്രി ചെയ്തിരിക്കുന്നത് അത് കസ്റ്റമർ സ്റ്റിച്ചിങ് ആണ് ആവശ്യപ്പെട്ടെങ്കിൽ കസ്റ്റമർ ആവശ്യപ്രകാരമുള്ള ബൈൻഡിങ് പ്രോസസ്. അവിടെയും ഷീറ്റ് വരെ വരും. എന്നിട്ട് ഇവിടെ ഫോൾഡ് ചെയ്യും. ഫോൾഡ് ചെയ്ത് വരും. ഇത് ഇങ്ങനെയാവും അല്ലേ? ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വരും. പണ്ട് ഇത് കൈ കൊണ്ട് മടക്കിയിട്ടില്ല. പണ്ട് കൈകൊണ്ട് ചെയ്തിരുന്നു. ഇത് നല്ല വിലയുള്ള മെഷീൻ എന്നൊക്കെ. ആണല്ലേ? അതെന്ത് മെഷീനാ? അത് നമ്മുടെ പാക്കേജിങ്ങില് ഡൈ കട്ടിങ് എന്ന് പറയും. കഴിഞ്ഞ് കട്ട് ചെയ്യണം. പ്രിന്റ് ചെയ്ത് ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്തതിനു ശേഷം പിന്നിങ് കട്ട് ചെയ്യും. കട്ട് ചെയ്യും. ഇതൊക്കെ ടൈം ടേക്കിംഗ് ആണ്. ഇതെല്ലാം സമയമെടുക്കും. ഒരു ആർട്ട് വർക്ക് തന്നതിന് ശേഷം എങ്ങനെ കളിച്ചാലും 15 ദിവസം 16 ദിവസം നമുക്ക് വേണം, സമയമെടുക്കും. അപ്പൊ നമ്മുടെ തരണ എത്ര ദിവസം എടുക്കും? 1000 പീസ്. എന്നാ നമ്മൾ തരാന്ന് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ചോദിച്ചില്ല, ഞാൻ ചോദിച്ചതാ. അതെന്താ എങ്ങനെ കളിച്ചാലും ഒരു 6-7 ദിവസം എടുക്കും. അത് ബൈൻഡിങ്. ഇതാണ് ബുക്ക് ബൈൻഡ് ചെയ്യുന്നത്. ഇതിപ്പോ നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഇതുണ്ടോ, ഇതുണ്ട്. ഇതിപ്പോ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഈ വെക്ക്. ഇതിപ്പോ എന്തോ മാറിപ്പോയിട്ടുണ്ട്, അതാണ് മാറ്റി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഇതുണ്ട്. ഇതിങ്ങനെ കറക്റ്റ് ആയിട്ടിരിക്കുന്നത് നോക്കി ഇതിനകത്തോട്ട് ഇടും. അപ്പൊ എന്നിട്ട് ഇതുണ്ടോ, തൊട്ട് നോക്കിക്കേ. ചൂടുണ്ട്. അപ്പൊ ഇതിന്റെ പുറം കവറാണ്. അകത്ത് ഇവിടെ വെച്ചു കൊടുക്കും, പുറം കവർ അവിടെ നിന്ന് എടുത്തിട്ട് അങ്ങനെ ഇത് കംപ്ലീറ്റ് ബുക്കായി. ഇതുണ്ടോ, ഇത് ഫൈനൽ കട്ട് ചെയ്യും. ഫൈനൽ കട്ട് ട്രിം ചെയ്യുമ്പോ ബുക്കായി. ഇതിന് കട്ട് ചെയ്യാണ്ടല്ലേ? ഈ അടിച്ച് കട്ട് ചെയ്യാണ്ട് ഫൈനൽ ചെയ്യും. അത് വേസ്റ്റാ. അങ്ങനെ പോവാ. നാളത്തെ വിട്ടില്ല. വെല്ലില്ലോ വെള്ളപ്പങ്ങടിയില് വെള്ളപ്പ ചുട്ട പോലെ നിർത്തേണ്ടത്. രണ്ട് സൈഡ് പ്രിന്റ് ആയി. രണ്ട് സൈഡ് ആയി. നോക്കണ രജിസ്ട്രേഷൻ. അതിലോട്ട് രജിസ്ട്രേഷൻ ഇതിന്റെ സ്റ്റാർട്ടിങ് നമ്മൾ രജിസ്ട്രേഷൻ എല്ലാം പെർഫെക്റ്റ് ആയി വരണം. അതിന് ടൈം അവര് സെറ്റ് ചെയ്തെടുക്കും. രജിസ്ട്രേഷൻ അതായത് ഒരു കളറും മറ്റൊരു കളറിന്റെ മുകളിൽ കറക്റ്റ് ആയിട്ട് ഇരിക്കണം, പ്ലേസ് ആവും. അല്ലെങ്കിൽ ആ കളറ് കറക്റ്റ് ആവില്ല. ഇപ്പൊ കാണുന്ന വിഷയം ആയിരിക്കില്ല രജിസ്ട്രേഷൻ പെർഫെക്റ്റ് ആകുമ്പോ. അങ്ങനെ ഫൈനലി അവിടെ ബുക്ക് ഇറങ്ങി.